നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പൊതുപ്രവർത്തകരും നിയമജ്ഞരും നിയമപാലകരുമൊക്കെ പൊതുസമൂഹത്തിൽ മാതൃകയായി ജീവിക്കേണ്ടവരാണ്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ചെറിയൊരു കറ പുരണ്ടാൽ തന്നെ അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അഭിഭാഷകരും ജഡ്ജിമാരും പോലും നീതി തേടി തങ്ങൾക്ക് മുന്നിലെത്തുന്നവരെ വേട്ടയാടുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലം ചവറയിലൊരു കുടുംബ കോടതി ജഡ്ജിക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത്. ലൈംഗിക അതിക്രമ പരാതിയിൽ ജഡ്ജിക്കെതിരെ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് ജഡ്ജി ബി ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആരോപണ വിധേയനെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതിൽ അഭിഭാഷകർക്കിടയിൽ അമർഷവുമുണ്ട്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഒരു സർക്കാർ അഭിഭാഷകൻ ഇരയായ ഒരു യുവതിയെ, അതായത് ലൈംഗിക അതിക്രമ കേസിലെ ഇരയായ ഒരു യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജീവനൊടുക്കുന്ന കേസുകളൊക്കെ സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനേക്കാളും ദൗർഭാഗ്യകരമായ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കൊല്ലം ചവറയിലെ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഉയർന്നത്. അതും ഈ പരാതിയെ തുടർന്ന് പരാതിക്കാരിയെ ഒരു കക്ഷിയായ യുവതിയോടാണ് ജഡ്ജി അപമര്യാദയായി പെരുമാറിയത്. സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീഷിലേക്ക് വരാം. അതിനു മുൻപ് ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഇപ്പോൾ ഹൈക്കോടതി ഈ ജഡ്ജിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ രീതി എങ്ങനെയാണ്? ആർക്കാണ് അന്വേഷണ ചുമതല? പ്രത്യേകിച്ചും ഇവിടെ ഒരു അഭിഭാഷകർക്കിടയിൽ വലിയൊരു അമർഷമുള്ളത് ഈ ആരോപണ വിധേയനെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ സസ്പെൻഡ് ചെയ്യാതെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നു. ഇത് എങ്ങനെയാണ്? കാരണം ഇവിടെയാണ് ഏറ്റവും ഒരു കടുത്ത നടപടി, പ്രത്യേകിച്ച് ഒരു കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത്? വിനീഷ്, എന്താണ് അച്ഛനിലേക്ക് പറയാം? വിനീഷ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ടോം, 19-ാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ചവറയിലെ കുടുംബ കോടതിയിൽ ആണ് ജഡ്ജി അപമര്യാദയായിട്ട് യുവതിയോട് പെരുമാറി എന്നുള്ളൊരു പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ജഡ്ജിക്ക് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നതിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി ജില്ലാ കോടതിയിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഈ പരാതി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ജഡ്ജിക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വാഹനാപകടത്തിന്റെ ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാറ്റമാണ് ഇപ്പോൾ ജഡ്ജിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജഡ്ജി ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ലീവിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് ടോം. അതായത് ബാർ അസോസിയേഷനിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. ജഡ്ജിക്കെതിരെ ഇത്തരം പ്രവർത്തികൾക്കെതിരെയും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുൻപും ഇത്തരത്തിലുള്ളൊരു കേസ് സമാനമായ രീതിയിൽ പരാതികൾ ഉണ്ടായി. 3 തവണ ജഡ്ജിക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇതൊരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, വിനീഷ് തുടരുക. വിനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തുടർച്ചയായി പരാതികൾ ഈ ജഡ്ജിക്കെതിരെ ഉയരുന്നു. അവിടെയും ഏറ്റവും ഒടുവിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറി എന്ന പരാതി ഉയർന്നിട്ട് പോലും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നില്ല. ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നുണ്ട്. രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അതിനപ്പുറം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്?
ടോം, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ ഈ മൊഴി പകർപ്പ് പോലും നമുക്ക് പുറത്തു വിടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം അത്രത്തോളം വളരെ മൃഗീയമായിട്ടാണ് ഈ യുവതിക്ക് പീഡനം നേരിടേണ്ടി വന്നത് എന്നതടക്കമാണ് നമുക്ക് പുറത്തു വരുന്ന ചില സൂചനകൾ. നമുക്കറിയാൻ കഴിയുന്നതും അങ്ങനെയാണ്. അതിക്രൂരമായിട്ട് ഉള്ള ഒരു അത്രത്തോളം മാനസികമായിട്ട് ഒരു പീഡനം ഏൽക്കേണ്ടി വന്നു, ശാരീരികമായി പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ് ആ മൊഴിയിൽ തന്നെ പറയുന്നത്. ഈ സംഭവത്തിൽ ആദ്യം ജില്ലാ കോടതിയിലാണ് ഈ യുവതി പരാതി നൽകിയത്. തുടർന്നാണ് ഈ പരാതിയുടെ വലിയൊരു ഗൗരവം കണക്കിലാക്കി തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ പരാതി എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊഴി കൃത്യമായി തന്നെ ഈ മൊഴിയുടെ ഗൗരവം അത്രത്തോളമായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അതായത് നമുക്കറിയാം, ഈ കുടുംബ കോടതിയിൽ സമീപിക്കുന്നവരെല്ലാം തന്നെ മാനസികമായും ശാരീരികമായെല്ലാം തന്നെ തളർന്നൊരവസ്ഥയാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നീതി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് ആവശ്യവുമായി എത്തുന്നത്. പക്ഷേ ആ ജഡ്ജിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആ യുവതി എന്തുമാത്രം അനുഭവിച്ചുണ്ടാകും എന്നാണ് നമുക്കിൽ നിന്നും വ്യക്തമാകുന്നത്. കൃത്യമായൊരു നടപടിയാണ് ഇതിന്റെ പിന്നിൽ ആവശ്യപ്പെടുന്നത്. ഈ ബാർ അസോസിയേഷൻ ഞാൻ നേരത്തെ അത് തന്നെയാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ കുടുംബ ജീവിതത്തിൽ വലിയ തകർച്ച നേരിട്ട് ഒടുവിൽ നീതി തേടി കുടുംബ കോടതിയെ സമീപിക്കുന്നു. അവിടെ നിന്നും ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം മോശമായ അനുഭവം, ദുരനുഭവം നേരിടേണ്ടി വരുന്ന ആ യുവതിക്ക് നീതി ഉറപ്പാക്കാൻ നമ്മുടെ നിയമപാലകർ തന്നെയാണ്, ഇവിടുത്തെ നിയമജ്ഞർ തന്നെയാണ് ഇടപെടേണ്ടത്, കോടതിയാണ് ഇടപെടേണ്ടത്. എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി എന്നുകൂടി പരിശോധിക്കണം. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അന്വേഷണത്തിൽ ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, മറ്റൊരു ട്രിബ്യൂണലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അഭിഭാഷകർക്കടക്കം വലിയ അമർശമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ശക്തമായ നടപടി, ഒരു സസ്പെൻഷൻ ഉൾപ്പെടുന്ന നടപടി ഇദ്ദേഹത്തിനെതിരെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ടോപ്പ്. കാരണം ജുഡീഷ്യറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ന്യായവും നീതിയും അനുവദിക്കുക, അല്ലെങ്കിൽ അത് ഉറപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ് ജഡ്ജിമാർ. ആ ഒരു സാഹചര്യത്തിൽ അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. പ്രത്യേകിച്ചും കുടുംബ കോടതിയിൽ വിവാഹമോചന കേസുമായി വരുന്ന സ്ത്രീകൾക്ക് സാധാരണയായിട്ട് കൗൺസിലിംഗ് നൽകുന്ന വിഭാഗം വേറെയാണ്. അതേസമയം അവരെ ജഡ്ജ് തൻ്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നടത്തുന്ന ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ തന്നെ അവരോട് ലൈംഗികാതിക്രമത്തിന് മുതിരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. 3 പരാതികളാണ് ഈ ജഡ്ജ് ഉദയകുമാറിനെതിരെ, ചവറ കുടുംബ കോടതി ജഡ്ജ് ഉദയകുമാറിനെതിരെ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ടോം പറഞ്ഞതുപോലെ മറ്റൊരു ട്രിബ്യൂണലിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജില്ലാ ജഡ്ജിക്ക് കിട്ടിയ പരാതി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വരുന്നത്. ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതേ തുടർന്നാണ് ബാർ അസോസിയേഷൻ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണം പരിശീലിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ജഡ്ജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു പൊതുബോധം എന്ന് പറയുന്നത് കോടതി പറയട്ടെ, കോടതി പറഞ്ഞാൽ കുറ്റവാളിയാകുമോ, അല്ലെങ്കിൽ കോടതി പറയട്ടെ, കോടതിയാണ് അവസാന വാക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ജഡ്ജ് തനിരിക്കുന്ന പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. അത് മാത്രമല്ല, മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും കുടുംബ കോടതി ജഡ്ജാണല്ലോ, ഡിവോഴ്സ് തേടിയെത്തുന്ന സ്ത്രീകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അതിൽ നിന്ന് പിന്തിരിയണോ വേണ്ടയോ എന്നൊരു അന്തിമ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മാനസിക വ്യഥ കൂടി അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത് കൗൺസിലിങ്ങിന് ജഡ്ജ് നേരിട്ട് വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ ചേംബറിലേക്ക് വിളിച്ച ശേഷം അവിടെ വെച്ച് ഈ സ്ത്രീകളോട് ലൈംഗിക അതിക്രമത്തിന് മുതിരുകയായിരുന്നു. 3 പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഇത്തരം അവസ്ഥയ്ക്ക് വിധേയരായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരകളായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ജില്ലാ ജഡ്ജിക്ക് കിട്ടിയ പരാതി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. അത് രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറി തന്നെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്, അവർക്ക് തന്നെയാണ് അന്വേഷണ ചുമതലയുള്ളതും. എന്തായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. എന്നിരുന്നാൽ പോലും അന്വേഷണ വിധേയമായി ജഡ്ജിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ആവശ്യം കൂടി ശക്തമായി ഉയരുന്നുണ്ട്. ടോം.
വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രന് വിനീഷുമാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജിയെ സസ്പെൻഡ് ചെയ്യണം, ജഡ്ജിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി വരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ കേസുകളും പരിശോധിക്കേണ്ടത്. കാരണം ഇപ്പോഴും ഈ ആരോപണം ഉയർന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്നടക്കം ഇത്തരം ആവശ്യം ശക്തമാകുമ്പോഴും MLA സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജി ആലോചനയിൽ പോലും ഇല്ലെന്നാണ് രാഹുലിന്റെ നിലപാട്. വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച ഷാഫി പറമ്പിൽ രാഹുലിന്റെ കൈവിടാതെ പ്രതിരോധമുയർത്തി. ഒരു പരാതിയുമില്ലാതെ ആരോപണമുയർന്ന രാഹുൽ രാജിവെച്ചല്ലോ, അതായത് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചല്ലോ എന്നായിരുന്നു ഷാഫിയുടെ ന്യായീകരണം. കോൺഗ്രസിനെ നിർവീര്യമാക്കാമെന്ന് കരുതേണ്ടെന്നും താൻ ബീഹാറിലേക്ക് ഒളിച്ചോടിയെന്ന വാർത്ത തെറ്റാണെന്നും ഷാഫി പറഞ്ഞു. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. രാഹുലിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ വിവാദ അധ്യായം അവസാനിച്ചുവെന്നുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. And I think this chapter is over because he has resigned from the Youth Congress. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle, it is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed, he has resigned. Even today also I spoke to the KPCC president. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. That chapter 2 days before is over. I will ask the opposition party to look into their party matters first and then tell about Congress. എന്നാൽ രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നത്. പാർട്ടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് വേറിട്ടതാണെന്ന് തെളിയിക്കുമെന്നും VD സതീശൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. CPM-ഉം BJP-യും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു പ്രമുഖനായിട്ടുള്ള യുവനേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നതിൽ കോൺഗ്രസിന് മറുപടി പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അങ്ങേയറ്റം പ്രതിരോധത്തിലാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനു മുൻപ് CPM പ്രതിനിധിയായിട്ടുള്ള PK ശശിക്കെതിരെ, CPM MLAക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നിട്ടുണ്ട്. മുകേഷിനെ ലൈംഗികാരോപണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ MLAമാരായിരുന്ന എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരും സമാനമായ രീതിയിൽ ലൈംഗികാരോപണ കേസിൽ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും MLA പദവി രാജിവെക്കേണ്ട സാഹചര്യമില്ല.
പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു ചോദ്യമാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു കേസോ മറ്റു നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവതികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ രാജി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ ഡാൻ? അതായത് നിയമപരമായ ഒരു ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ കുറ്റക്കാരനല്ല എന്ന് മാത്രമേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. ധാർമ്മികമായി രാഹുൽ കുറ്റക്കാരനാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എത്തിച്ചേർന്നതാണ് ഇങ്ങനെയൊരു അഭിപ്രായ ഭിന്നതയ്ക്ക് പാർട്ടിക്കുള്ളിൽ വഴിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വി ഡി സതീശനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എതിർപ്പുകളെ മറികടന്ന് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിൽ കൃത്യമായ ഒരു പങ്ക് വി ഡി സതീശനുണ്ട്. ഡോക്ടർ പി സരിനു വേണ്ടി അവസാനം വരെ വാദിച്ച അന്നത്തെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് വലിയ തരത്തിൽ സമ്മർദ്ദം ഉളവാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ മുതൽ അത്രയധികം നിർണായകമായ ചുവടുവെപ്പുകൾ നടത്തിയ അതേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ 2 ഡയമെൻഷൻസ് ആണ്. അതിൽ ഒന്ന്, ഈ ആരോപണങ്ങൾക്ക് പുറമെ പുറത്തു വരാനിരിക്കുന്ന ഗുരുതരമായ മറ്റ് ചില ആരോപണങ്ങൾ കൂടി അത് സംബന്ധിച്ച സൂചനകൾ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MLA സ്ഥാനം കൂടി രാജിവെച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ രാഹുലിനെതിരെ ഉണ്ടായത് നടപടി തന്നെയാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് ഒരു കൈ കടന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പരോക്ഷമായി പറഞ്ഞു വെക്കുന്ന ഒരേ ഒരു കാര്യം, MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അത് കൃത്യമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് വിലയിരുത്താൻ ബോധ്യപ്പെട്ട കാര്യവുമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ മാറി മറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഒരു നേർസാക്ഷ്യമായി കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ മാറുന്നു എന്നതാണ് സാഹചര്യം. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരക്കാരനായി ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെ ചൊല്ലിയുള്ള യൂത്ത് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കം വലിയ തരത്തിലുള്ള ഭിന്നതകളിലേക്കും അത് വിഴുപ്പലക്കലുകളിലേക്കുമൊക്കെ നീങ്ങുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ഔദ്യോഗികമായി പോലീസ് സംവിധാനങ്ങളെ ഒരാളും സമീപിച്ചിട്ടില്ല എന്നത് വ്യക്തിപരമായി രാഹുലിനും രാഷ്ട്രീയമായി പാർട്ടിക്കും ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്ന പല ആരോപണങ്ങളും സത്യം തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പല രൂപത്തിൽ ചാറ്റുകളായും ശബ്ദ സന്ദേശങ്ങളായും പുറത്തു വരുമ്പോൾ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും. അതിനെങ്ങനെ മറുപടി പറയണം എന്നറിയാതെ. അതല്ല എങ്കിൽ കൃത്യമായി അങ്ങനെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, ആ വാട്സാപ്പ് ചാറ്റുകൾ പ്രചരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് നിലപാടെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തണം. അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ കഴമ്പുള്ളത് കൊണ്ടാണ് എന്ന ആക്ഷേപമാണ് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നത്. തീർച്ചയായും ഡാൻ, അതുമാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്രയധികം ആരോപണങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും തുടർച്ചയായി സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും വോട്ട് വിവാദം, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ. പക്ഷേ ഇത്തരം പരാതികളും ഇത്തരം സംഭവങ്ങളൊക്കെ, പ്രതിഷേധം നടത്താനുള്ള പല കേസുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതി ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ കോൺഗ്രസിന് ഈ സമര പരമ്പരകളുമായി മുന്നോട്ടിറങ്ങാൻ കഴിയുമെന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതിഷേധം ഓരോ ജില്ലകളിലും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും? പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വം അവിടെ ശക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ എങ്ങനെ അതിന് നേതൃത്വം നൽകേണ്ട MLAക്ക് അവിടെ കാലുകുത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു? അതുതന്നെയല്ലേ കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്നതും? അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം കഴിയുന്നില്ല.
കരുതുന്നില്ല. അങ്ങനെ ഒരു സാധ്യത സമീപത്തുണ്ടാകാനും ഉള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ആഘാതം എത്രയായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ഉണ്ടാകുന്ന വിവിധ മഹിളാ സംഘടനകളുടെ അടക്കം പ്രതിഷേധങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔദ്യോഗികമായ പരിപാടികൾ പോലും ഒഴിവാക്കുകയും സ്വകാര്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ പാർട്ടി കൃത്യമായ ഒരു നടപടി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ പുരോഗമിക്കുകയാണ്. ഒടുവിൽ ആ തീരുമാനം രാഹുൽ ഗാന്ധിയാകും ഈ വിഷയത്തിൽ അന്തിമമായൊരു തീരുമാനം കൈക്കൊള്ളുക. വരുന്ന മാസം 15-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സഭയിൽ ഇതുണ്ടാക്കാനിടയുള്ള പൊല്ലാപ്പുകളെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെ ഉയർന്ന ആക്ഷേപം, അതിന് പാർട്ടി മുഴുവൻ മറുപടി നൽകേണ്ട ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ വിജയസാധ്യതകളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടപടി ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റ് പാർട്ടികൾ ആരോപണ വിധേയരെ സംരക്ഷിച്ച ശൈലിയല്ല കോൺഗ്രസിനെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വീടിന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഓരോ ദിവസങ്ങളിലും ആരോപണങ്ങൾ പുറത്തു വരുന്നു. അത് വെറുമൊരു ലൈംഗികാരോപണം മാത്രമല്ല, ഗർഭചിത്രം നടത്തിയെന്ന പരാതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ? വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് 15 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് 15 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. പ്രതികളെ പിടികൂടാൻ വൈകുന്നുവെന്ന പരാതിക്ക് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘവും കേരളത്തിലെത്തിയിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ നിന്നാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തു. ഈ കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കമ്മീഷൻ നിരീക്ഷിക്കും. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു മൂവ്മെന്റ് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിലെ പ്രതികളാരും തന്നെ രക്ഷപ്പെടാതിരിക്കാനുള്ള കാര്യക്ഷമമായ നിരീക്ഷണവും ഇടപെടലും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കോഴിക്കോട് നിന്ന് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ കേരള പോലീസിനെതിരെ ഈ വിഷയത്തിൽ, ഈ കേസിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പരാതി ഉയർന്ന് ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ പശ്ചിമ ബംഗാൾ പോലീസ് പോലും നമ്മുടെ കേരളത്തിലെത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്താണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ? പ്രതികൾ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ടോം, കഴിഞ്ഞ 19-നാണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. കോഴിക്കോട്ട് നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറിയുള്ള രാമനാട്ട് കരയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു കുട്ടി. അവിടെ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. നേരത്തെ ഒരു ജിമ്മിൽ പരിശീലനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ മാളിലെ ഒരു താൽക്കാലിക ജോലിക്കായി ഈ പെൺകുട്ടി എത്തിക്കുകയും ചെയ്യുന്നത്. ആ മാളിൽ വെച്ചാണ് ഒരു യുവാവുമായി കുട്ടി പരിചയപ്പെടുന്നത്. ഹിന്ദി സംസാരിക്കാൻ പരിചയമുള്ള, അല്ലെങ്കിൽ ഹിന്ദി നന്നായി സംസാരിക്കുന്ന ഒരു യുവാവായിരുന്നു. അയാൾ മലയാളിയാണ് എന്നാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. സാധാരണ ഇതിൽ തന്നെ ഈ കുട്ടി അടുത്തിടെയാണ് കേരളത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് മലയാളമോ ഒന്നും അറിയില്ല, മറ്റൊരുപാട് സുഹൃത്തുക്കളുമില്ല. അതുകൊണ്ട് ഈ യുവാവിനുമായി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കുടുംബം തന്നെ പറയുന്നു. പിന്നീടാണ് സാധാരണ ദിവസങ്ങളിൽ മാളിൽ നിന്നും രാത്രി 8
8 മണിക്ക് മുമ്പായി കുട്ടി വീട്ടിലെത്തിയിരുന്നതാണ്. എന്നാൽ 19-ന് രാത്രി 11:30-12 മണിയൊക്കെ ആയിട്ടും കുട്ടിയെ കാണുന്നില്ല. പലവട്ടം മൊബൈൽ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും ലഭിക്കുന്നില്ല. ഈ ഷോപ്പിംഗ് മാളിൽ പോയി നോക്കിയപ്പോൾ അവിടെയും കട അടച്ചു പോയൊരു സാഹചര്യം. അങ്ങനെയാണ് ഈ കുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം, ബംഗാളിൽ നിന്നുള്ള കുടുംബമാണ്, അവർ 12 വർഷമായി രാമനാട്ടുകരയിൽ താമസിക്കുന്നവരാണ്, അവരങ്ങനെ പരാതി നൽകുന്നു. പിന്നീട് പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായൊരു ചിത്രമൊന്നും നൽകിയിരുന്നില്ല. ഇതിനുശേഷം പിറ്റേന്നാൾ രാവിലെ ഏതാണ്ട് 10-11 മണിക്കാണ് ഇവരുടെ വീടിന് സമീപമുള്ള വഴിയിൽ ഒരു മാരുതി കാറിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ശേഷം ഒരു സംഘം മടങ്ങി എന്ന് പറയുന്നു. ഈ കുട്ടിയുടെ ദേഹമാസകലം പരിക്കുകളുണ്ടായിരുന്നു. കയ്യിലും കാലിലും ഒക്കെ ഈ വരഞ്ഞ രീതിയിലുള്ള പാടുകൾ, ആ പാടുകളിൽ നിന്നും ചോര കിനിയുന്ന ഒരു സാഹചര്യം. ഇതിനുശേഷം ഈ വീട്ടിലേക്ക് എത്തി വീട്ടിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് എത്തുകയും ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഈ യുവാവാണ്, അതായത് ഇവർ നേരത്തെ പറഞ്ഞ കുടുംബത്തിനൊക്കെ അറിയാവുന്ന ആ യുവാവാണ് ഈ കുട്ടിയെ കൊണ്ട് പോയത് എന്നാണ്. ആ യുവാവാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്നും പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഈ കാറിലൊക്കെ കൊണ്ടിറക്കാൻ സഹായിച്ച ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങൾ പോലീസ് നൽകുന്നു. പക്ഷേ അതിൻ്റെ ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് കടക്കാൻ ആയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബം വ്യക്തമാക്കുന്നത് ഒരു യുവാവുമായി കൊണ്ടുപോയി മറ്റ് 4 പേർ ചേർന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഈ കുട്ടിയുടെ അമ്മ ഇന്നലെ ന്യൂസ് 18 തന്നെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരുപക്ഷെ കുട്ടി വീട്ടിലെത്തിയപ്പോൾ ഈ കാറിൽ കൊണ്ടിറക്കിയ ശേഷം സംസാരിച്ചതാവാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ മൊഴിയെടുത്തപ്പോഴും മറ്റുമൊക്കെ ഒരാളാണ് ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ കൂടെ ഒരാൾ കൊണ്ടിറക്കാൻ ഉപയോഗിച്ചതുള്ളൂ എന്ന് പറയുന്നു. രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പോലീസുകാരോട് സംസാരിച്ചപ്പോഴാണ് വ്യക്തമാക്കിയത് ഈ കുട്ടി ഏതാണ്ട് ഒരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച ശേഷമാണ് ബലാത്സംഗം നടക്കുന്നത്. അതുകൊണ്ട് എത്ര പേരുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കുട്ടിക്ക് കൃത്യമായൊരു വിവരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടി നീങ്ങിയിരുന്നു. അറിയാവുന്ന ആൾ ഈ പരിചയക്കാരനായ ആൾ മാത്രമാണ് എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതിൽ ഒരു വ്യക്തത വൈകാതെ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുടുംബം പഴയ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് 5 പേർ ചേർന്നാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രതികളെ, അല്ലെങ്കിൽ ഈ പ്രധാന പ്രതിയെ ഇനി പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കൃത്യം നടത്തിയതിന് പിന്നാലെ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളെ കേന്ദ്രീകരിച്ചുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ്, അതായത് 19-ന് കുട്ടിയെ കാണാതാവുന്നു, 20-ന് രാവിലെ കുട്ടിയെ തിരിച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പക്ഷേ ഇത് കൃത്യം നടന്ന് 2-3 ദിവസം കഴിയുമ്പോഴും ഈ പ്രതിയെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്തരമൊരു വികാരം ഉയർന്നതോടുകൂടി ഈ കുട്ടിയുടെ നാട്ടിലും ഈ സംബന്ധിച്ച് പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും അവിടുന്ന് പ്രാദേശിക തലത്തിലെ എതിർപ്പ് ശക്തമായതോടുകൂടി ബംഗാൾ മുഖ്യമന്ത്രി ഇടപെട്ട് അവിടെ നിന്നുള്ള പോലീസ് സംഘവും അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിലെ പ്രതിനിധികളുമൊക്കെ അടക്കമുള്ള ആളുകൾ ഇന്നലെ എത്തിയിരുന്നു. അവർ ഇവിടെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. കേസിൻ്റെ ഒരു അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷമാവും അവർ പോവുകയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇത്തരത്തിലാണിപ്പോൾ കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. വൈകാതെ പ്രതിയെ പിടികൂടാനാവും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പോലീസിന്റെ നിലവിലത്തെ അനീഷ്, ഈ കേസ് അട്ടിമറിക്കാൻ ഏതെങ്കിലും തലത്തിൽ പോലീസിന്റെ ശ്രമം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ആരുടെങ്കിലും ഇടപെടൽ, ഏതെങ്കിലും ഉന്നത ഇടപെടൽ, അല്ലെങ്കിൽ ആരെങ്കിലും പോലീസിനെ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്നാണോ ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്? അത്തരത്തിലൊരു ആരോപണത്തെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാര്യം കുടുംബം ഇന്നലെ പറഞ്ഞത് 5 പേർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഈ പോലീസ് പറയുന്നത് 2 പേർ മാത്രമെന്ന് പറയുകയും ചെയ്യുന്നു. കുടുംബം ഒരുപക്ഷെ ഈ കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശേഷം ഈ കുടുംബവുമായി അമ്മയുമൊക്കെയായി സംസാരിച്ച ശേഷമാണ് പിന്നീട് പോലീസ് എത്തുകയും കുട്ടിയെ ചൈൽഡ് ലൈനിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ആശുപത്രിയിൽ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകുകയും ചെയ്ത. ഒരുപക്ഷെ ആ സമയത്താവാം കുട്ടി ഈ കുടുംബത്തോട് ഇത് പറഞ്ഞത്. എന്നാൽ പിന്നീട് മാറ്റി മൊഴി നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ കുട്ടിയെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് പോലീസ് അറിയിച്ചത്. പക്ഷേ നമ്മൾ ഈ കുടുംബത്തെ ഇന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോണിൽ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. നമ്മളെന്തായാലും
എന്തായാലും ഇന്ന് ആ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവർ മുൻ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ, അതോ ഈ കുട്ടി ഇപ്പോൾ കസ്റ്റഡിയിൽ നിന്നും ബന്ധുക്കളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ കുടുംബത്തോട് പറയാൻ കഴിയും? എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായുള്ള അന്വേഷണം തുടരുന്നുവെന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടിയുടെ രഹസ്യമൊഴി അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് സാഹചര്യം, തെളിവുകൾ, ഒപ്പം ഈ കുട്ടിയെ കൊണ്ടുപോയ സ്ഥലം എവിടെയാണ്, അതിനുള്ള വാഹനം ഏതാണ് എന്നീ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇതടക്കം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നടക്കുക. എന്തായാലും എന്താണ് ഈ പോലീസിന്റെ ഈ പുതിയ വാദത്തോടുള്ള കുടുംബത്തിന്റെ പ്രതികരണം എന്ന് നമുക്ക് തേടേണ്ടതുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികൾക്ക് വേണ്ടി ബംഗാളിയായ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ധർമ്മസ്ഥലയിൽ വൻ ട്വിസ്റ്റ്. നിരവധി മൃതദേഹം മറവ് ചെയ്തുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിലെ പരാതിക്കാരിയായ സുജാത ഭട്ടും മൊഴി മാറ്റി. അനന്യ ഭട്ട് എന്ന മകൾ തനിക്കില്ലെന്നാണ് ഇവരുടെ മൊഴി. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പല അട്ടിമറി ശ്രമങ്ങളും ഉണ്ടായി. അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണം വരുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയ ശേഷം അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. നിരവധി അസ്ഥി കഷ്ണങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് ഈ അന്വേഷണ വിവരങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും SIT മറച്ചു വയ്ക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാത്ത സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ മുൻ ശുചീകരണ തൊഴിലാളി, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് എവിടെയാണ് ഈ അട്ടിമറി സംഭവിച്ചത് ബൈജു? തീർച്ചയായും ടോമെ, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ജൂലൈ 19-നാണ് SIT അന്വേഷണം ആരംഭിക്കുന്നത്. ഈ സമയം വരെ എന്താണ് SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അതായത് ഇപ്പോഴും ഇതിൽ അവ്യക്തത തുടരുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇന്ന് ഒരുപാട് സംഭവവികാസങ്ങൾ, ഇത്തരത്തിൽ നാടകീയമായ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇന്ന് ഏറ്റവും ഒടുവിലായി വലിയ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാക്ഷിയായി എത്തിയ ആൾ തന്നെ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു എന്നതാണ്. ഇതിൽ SITയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതിലുമില്ല. ഇതിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇത്തരത്തിൽ ഇയാളുടെ അറസ്റ്റ് ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SIT പറയുന്നത് ഇതാണ്. SITയുടെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇതാണ്. ഇയാൾ കഴിഞ്ഞ 3 ദിവസമായി ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിനിടയിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇയാൾ നൽകിയതെന്നാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം 13 പോയിന്റാണ് ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയത്. അതിന് പുറമെ 4 പോയിന്റ് കൂടി പരിശോധിച്ചു. ഇതിൽ 6-ൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം 11A എന്ന് പറയുന്ന സ്ഥലത്തും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. പക്ഷേ അതിൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇതുവരെ എത്തിയിട്ടില്ല. അതിലൊരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ സാക്ഷിയായി വന്നാൽ തന്നെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്ക് നേരത്തെ വിക്ടിം പ്രൊട്ടക്ട് ആക്ട് പ്രകാരമുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒഴിവാക്കി SITയുടെ കസ്റ്റഡിയിൽ ഇയാളെ വാങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ വളരെ നാടകീയമായ മറ്റു ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രധാനമായും BJP MLA ഇത്തരത്തിൽ മോശമായി ഒരു പ്രസ്താവന ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകി ബ്രഹ്മാവർ പോലീസ് ഈ മഹേഷ് ഷെട്ടി തിമറോടി, ഇതിന്റെ ഏറ്റവും വലിയ നേതാവ് ഇദ്ദേഹമാണ്. ഇവരൊക്കെ നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് മറ്റ് ചില കേസുകൾ, 2 കേസുകളുടെ വാറന്റ് ഉണ്ട് എന്ന ഒരു കാരണത്താലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇയാളുടെ ജാമ്യാർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇയാളില്ലാത്ത സമയത്ത് ഇതിന്റെ ഒപ്പം ഗിരീഷ് എന്ന് പറയുന്ന മറ്റൊരു പോരാട്ടക്കാരുണ്ട്. ഇയാളെയും ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. ഇത്തരത്തിൽ ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ മുഴുവൻ ആളുകൾക്ക് മേലും പോലീസിന്റെ പല വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നതിനിടയിലാണ് ഈ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ എന്ന് ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ചിന്നയ്യ എന്നാണ് ഇയാളുടെ പേര്. ആ ചിന്നയ്യെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിൽ SIT പറയുന്നത് പ്രധാനമായും ഇയാൾ ഒരു തലയോട്ടി നേരത്തെ ഹാജരാക്കിയിരുന്നു. ഈ തലയോട്ടിയുടെ ബാക്കി ഭാഗങ്ങൾ ഇയാൾ കണ്ടെത്തി കൊടുക്കണം എന്നാണ് SIT പറയുന്നത്. അത് ഒരു പക്ഷേ ജൂലൈ 19-ന് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ SIT അന്വേഷിക്കേണ്ട ഒരു കാര്യമാണത്. ഈ തലയോട്ടി എവിടെ നിന്ന് എടുത്തു, ആ സ്ഥലമായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടത്. പക്ഷേ SIT
അത്തരം നീക്കങ്ങളിലേക്കൊന്നും നടക്കാതെ ഈ നേത്രാവതി പുഴയുടെ തീരത്തൊക്കെ വലിയ തോതിൽ പരിശോധന നടത്തുകയും അവിടെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്തരത്തിൽ കാര്യമായ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇയാൾ എടുത്തു കൊടുക്കണമെന്നാണ് SIT പറയുന്നത്. അതിൽ ചോദ്യം ചെയ്യലിനെ തുടർന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലെത്തിയപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഇയാൾ നൽകുന്നതെന്നാണ് SIT ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ ഇത്തരത്തിൽ വ്യാജ പരാതി നൽകി അതോടൊപ്പം ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സ്ഥലം ഇത്തരത്തിലൊക്കെ ഉണ്ട് എന്ന ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് മഹേഷ് ഷെട്ടി തിമിറോടി പുറത്തു വരുന്നതോടുകൂടി ഇതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ അട്ടിമറി ശ്രമം നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൽ കേസിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. SIT സംഘം ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. മൃതദേഹം ലഭിച്ച കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാളുടെ അറസ്റ്റ് ചെയ്ത കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതായാലും ചിന്നയ്യ എന്ന് പറയുന്ന ഈ സാക്ഷിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന കാര്യം. ഇനി എന്താണ് SITയുടെ നീക്കം? ഇനി കൂടുതൽ ആളുകൾ, അതായത് ഈ പോരാട്ട സമിതി, സൗജന്യ ആക്ഷൻ കമ്മിറ്റി, ഇവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൗജന്യയുടെ കേസാണ്. സൗജന്യക്ക് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൗജന്യ ഈ അനന്യയുടെ അമ്മ മൊഴി മാറ്റിയ വിഷയം പരിശോധിക്കണം. ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള പല ശ്രമങ്ങളും ഈ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടായതാണ്, പരിശോധന ഈ തിരച്ചിലിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായതാണ്. അവിടെയും അങ്ങനെ സ്വാധീനിക്കപ്പെട്ടതായി കരുതണോ? കാരണം ഇവിടെ ഈ മൊഴിമാറ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹതയുണ്ടോ ബൈജു? തീർച്ചയായും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ മൊഴി മാറ്റുന്ന ഒരുപാട് പ്രസ്താവനകൾ ഇവരുടെ പല യൂട്യൂബ് ചാനലുകൾക്കും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അങ്ങനെ ഒരു മകളില്ല, ഇത് വ്യാജ പരാതിയാണെന്ന തരത്തിൽ ഇവരുടെ പ്രസ്താവന വന്നത്. അതോടുകൂടിയാണ് വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ ഈ സുജാത ഭട്ടിനെതിരെ ഇവർ വ്യാജ പരാതി നൽകിയെന്ന തരത്തിലും, മാത്രമല്ല ഈ ആക്ഷൻ കമ്മിറ്റി അനന്യ ഭട്ടിനെ മാത്രമല്ല ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും അനന്യ ഭട്ട് എന്നൊരു മകൾ തനിക്കുണ്ട് എന്ന വാദവുമായി വീണ്ടും സുജാത ഭട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് തലക്കാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പരിക്ക് പറ്റിയത്. ഇത് ഇവർ പറഞ്ഞത് നേരത്തെ ഈ അനന്യ ഭട്ടിനെ അന്വേഷിച്ചെത്തിയപ്പോൾ തന്നെ ആക്രമിക്കുകയായിരുന്നു, 4 മാസം താൻ കോമയിലായിരുന്നു എന്നൊക്കെയാണ്. ആ സമയത്ത് തലക്ക് വലിയ തോതിൽ പരിക്കേറ്റെന്നാണ് പറഞ്ഞിരുന്നത്. ഇവർ മാറ്റി ഏതായാലും മൊഴികൾ പറയുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇവരിപ്പോൾ SITയുടെ ഓഫീസിലുണ്ട്. SIT ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും SITയുടെ ഭാഗത്ത് നിന്നും അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. അതായിരിക്കും അതിന്റെ ഏറ്റവും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം. നിലവിൽ ഇവർ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT ഇതിൽ ഈ അനന്യ ഭട്ട് എന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി അവിടെ കാണാതായിട്ടുണ്ടോ, ആ കാര്യം SITക്ക് ഏതായാലും ഇവരുടെ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. 1 മാസം മുൻപേ ഈ സുജാത ഭട്ട് ഇവർക്ക് പോലീസിന് പരാതി നൽകിയതാണ്. ഇത്രയും ദിവസമായിട്ടും അനന്യ ഭട്ട് എന്നൊരാൾ ഇങ്ങനെ തിരോധാനം ഉണ്ടോ എന്ന കാര്യത്തിൽ SITക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി വലിയ തോതിലുള്ള ഇപ്പോൾ ഈ നടപടികൾ ഈ SITയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ധർമ്മസ്ഥലിൽ കാണാൻ സാധിക്കുന്നത്. പരാതിയുമായി രംഗത്ത് വരുന്നവരൊക്കെ പ്രതികളാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു അവ്യക്തത, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അവ്യക്തത ധർമ്മസ്ഥലിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവുമില്ല. ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് വരും, ഇത് ആരുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, ഈ അങ്ങനെയാണെങ്കിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്, അത് ആരുടെ മൃതദേഹമാണ്, ഇതെങ്ങനെയാണ് ഇയാൾക്ക് കൃത്യമായ ആ സ്ഥലത്ത് ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്? ഇതിൽ പോലീസ് പറയുന്നത്, SIT പറയുന്നത് ഈ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ്. 17 ഇടങ്ങളിൽ ഇത്തരത്തിൽ കുഴിച്ച് പരിശോധിച്ചിട്ടും 100 കണക്കിന് മൃതദേഹങ്ങൾ, അതായത് ബലാത്സംഗത്തിനിരയായ 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇയാളുടെ മൊഴി. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. പക്ഷേ അത്രത്തോളം വലിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളിയെ, ഈ നേരത്തെ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാളെ നേരത്തെ തന്നെ SITക്ക് കൃത്യമായി ചോദ്യം ചെയ്ത് ഇയാൾ പറയുന്നത് വ്യാജമാണോ, അതല്ല ഇയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇത്തരം കാര്യങ്ങൾ എന്ന് SIT കണ്ടുപിടിക്കാത്ത എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും
മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അയാൾ റിമാൻഡിലായ ഒരു സമയത്താണ് ഇത്തരം നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ ശുചീകരണ തൊഴിലാളി, മുൻ ശുചീകരണ തൊഴിലാളി SITയുടെ കസ്റ്റഡിയിലാണ്. SIT കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും SIT ഒരു കാര്യം ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകുമായിരിക്കും, വൈകിട്ടോടുകൂടി ഉണ്ടാകുമായിരിക്കും. കാരണം അത്രത്തോളം വലിയ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണോ മുൻ ശുചീകരണ തൊഴിലാളിയെ, ഈ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പരിശോധിക്കണം. ചേർത്തല ഐഷോ തിരോധാന കേസിൽ വഴിത്തിരിവ്. വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് റോസ് ചേച്ചി കരുതുന്നത്? ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടായിരുന്നല്ലേ, എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെയായിരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേനെ. സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഐഷനെ. അപ്പോൾ അത് കൊണ്ടായിരിക്കും പോയത്. പൈസ പോരാത്ത തികയാതെ വന്നത് കിട്ടുമെന്നൊക്കെ കൊണ്ട് വല്ലതും ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവരൊരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇത്. ഐഷയുടെ തിരോധാനം. ഈ ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റിൻ്റെ കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റിൻ്റെ മുൻ പെൺസുഹൃത്തായിരുന്ന റോസമ്മയാണ് ന്യൂസ് 18നോട്, ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനോട് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഐഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റോസമ്മയുടെ വെളിപ്പെടുത്തൽ. കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കും. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ജൈനമ്മ അതോടൊപ്പം ബിന്ദു പത്മനാഭൻ തിരോധാന കേസുകൾക്ക് പിന്നാലെ ശരണ്യ നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഈ ഐഷ എന്ന സ്ത്രീയെയും കാണാതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ഈ കേസിൽ ഐഷയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, നമുക്കറിയാം, അതായത് ചേറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീ കൊല്ലപ്പെടുന്നു. അവരെ കാണാതാകുന്നു എന്നുള്ളതാണ് ആദ്യം പോലീസിന് മുന്നിലേക്ക് വരുന്ന പരാതി. തുടർന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം അത് അന്വേഷിക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ എന്ന പള്ളിപ്പുറം സ്വദേശിയുടെ വീട്ടുവളപ്പിൽ നിന്ന്, അതായത് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കൂടിയായ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നിന്നും അത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളായ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അപ്പോൾ പോലീസിന് മുന്നിലുള്ള 2 കേസുകൾ, സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിന്ദു പത്മനാഭൻ കേസ്, അത് ബിന്ദു മിസ്സിംഗ് ആണ് എന്നുള്ളൊരു കേസും, ഒപ്പം തന്നെ ജൈനമ്മ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം പിന്നീട് നടത്തിയ രക്തസാമ്പിളുകൾ അടക്കം ആ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം പരിശോധിച്ചതിൽ നിന്നും അത് ജൈനമ്മയാണ് മരിച്ചത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ആദ്യമായി ഒരു മർഡർ കേസ് സെബാസ്റ്റ്യന് മേലിലേക്ക് ചുമത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജൈനമ്മ കൊലപാതക കേസിലാണ് അയാൾ ആദ്യമായി റിമാൻഡിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ, അതായത് ബിന്ദു പത്മനാഭനും അടക്കമുള്ള സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലാണ് ഐഷ എന്ന സ്ത്രീ കൂടി ചേർത്തല വാരനാട് നിന്നും മിസ്സിംഗ് ആണ് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ഐഷയുടെ ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ പോലീസിനോട് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോഴൊക്കെ ഈ ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി ഒരു കോൺടാക്റ്റും ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘവും ഒപ്പം തന്നെ ഐഷയുടെ ബന്ധുക്കളുമൊക്കെ മകനുമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ റോസമ്മ എന്ന സ്ത്രീ നമ്മളുടെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വന്നതിന്റെ ശേഷം ഈ കേസിന്റെ ഗതിയാകെ മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് റോസമ്മ വെളിപ്പെടുത്തിയ ചില നിർണായക വിവരങ്ങൾ റോസമ്മ നമ്മളോട് പങ്കുവച്ചത്, ഐഷ മിസ്സിംഗ്, ഐഷയെ കാണാതാകുന്നത് ഐഷയുടെ പേരിലുള്ള പ്രോപ്പർട്ടി പിറ്റേ ദിവസം രജിസ്ട്രേഷൻ നടക്കാനിരിക്കുകയാണെങ്കിൽ അതിന് തലേ ദിവസമാണ് ഐഷ മിസ്സിംഗ് ആകുന്നത് എന്നുള്ള നിർണായക വിവരം റോസമ്മ നമ്മളോട് പങ്കുവച്ചു. മാത്രമല്ല, സ്ഥലം എഴുതുന്നതിന് വേണ്ടിയുള്ള പണം ഐഷയുടെ കൈവശമുണ്ടായിരുന്നു. അത് സെബാസ്റ്റ്യന്റെ കൈവശമായിരിക്കാം ഉണ്ടായിരുന്നത്. സെബാസ്റ്റ്യന്റെ കൈവശം ഐഷയുടെ പണം ഉണ്ടായിരുന്നു. അത് വാങ്ങാനായി ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് പോയ ഐഷയാണ് പിന്നീട് കാണാതായത് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഈ സെയിം മോഡസ് ആയിരുന്നു എല്ലാ കേസുകളിലെയും പോലെ, അതായത് ജൈനമ്മയുടെയും ബിന്ദുവിന്റെയും ഒക്കെ ബന്ധുക്കൾ അവരെ കാണാനില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ പലയിടങ്ങളിൽ നിന്ന് ഇവരുടെ ഫോണുകളിൽ നിന്ന് കോളുകൾ ഈ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഫോണിലേക്ക് വരികയും ചെയ്യുന്നു. അതേ മോഡസ് ഐഷയുടെ കേസിലും ഉണ്ടായി എന്നുള്ളതാണ്. റോസമ്മ നമ്മളോട് പറഞ്ഞു, ഐഷയെ കാണാതായ ദിവസം ഐഷ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, പലതവണ വിളിച്ചിരുന്നു, മിസ് കോൾ ഉണ്ട്, താൻ പള്ളിയിൽ പോയിരുന്നതിനാൽ എടുക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ
വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് മാസങ്ങൾ ഇടവേളകൾ വീണ്ടും ഈ ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് അവർ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഈ കാണാതാകുന്നതിന് മുമ്പ് ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ച് തന്റെ വീട്ടിൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഈ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തു കൂടിയായ റോസമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതിൽ അവർ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ അന്വേഷണ സംഘങ്ങൾ ഈ കേസിൽ റോസമ്മയ്ക്ക് പലതും അറിയാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരികയും അവരെ തുടക്കത്തിൽ പ്രാഥമികമായി സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം തന്നെ ചേർത്തല പോലീസും ഇവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഉണ്ടായ ഏറ്റവും നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു നടപടി എന്ന് പറയുന്നത് ആ കേസുകൾ അൺഡിക്റ്റഡ് എന്ന് എഴുത്തള്ളി കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. ചേർത്തല പോലീസ് ആ കേസ് റീഓപ്പൺ ചെയ്തു. വീണ്ടും ഇപ്പോൾ നിലവിൽ അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റോസമ്മ അതിനിടയിൽ തന്നെ പള്ളിപ്പുറത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി NCSലെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ വളരെ നിർണായകമായ രീതിയിൽ അവര് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന ഈ റോസമ്മയുടെ നമ്മൾ സംശയാസ്പദമെന്ന് ചൂണ്ടിക്കാട്ടിയ റോസമ്മയുടെ 40 സെന്റ് ഭൂമിയിലെ കോഴി ഫാം കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ളതാണ്. അവിടെ വരെ NCSന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന തുടങ്ങി. അതോടുകൂടി റോസമ്മ പിക്ചറിലേക്ക് കൂടി വന്നു. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മ പറയുന്ന കാര്യങ്ങൾ പലതും വൈരുദ്ധ്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പലതും റോസമ്മ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുന്നു. അതിന് പിന്നാലെ റോസമ്മയെ പിറ്റേ ദിവസം ഇവിടെ അതായത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ പരിശോധനയ്ക്ക് പിന്നാലെ അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ച പോലെ അവർ വീണ്ടും റോസമ്മയുടെ പുരയിടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അന്ന് ഔദ്യോഗിക റോസമ്മയുടെ വിവരങ്ങൾ ചേർത്തല സിയുടെ നേതൃത്വത്തിൽ ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ഈ കേസ് പതുക്കെ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഐഷ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള അങ്ങനെയെങ്കിൽ ഐഷയെ എങ്ങനെയാണ് കൊന്നത്, എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്, ഈ കേസിൽ സെബാസ്റ്റ്യന് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ, റോസമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? ഇതിൽ ഇനിയിപ്പോ പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സെബാസ്റ്റ്യനെ പ്രതി ചേർത്തേക്കും എന്നുള്ള വിവരം ലഭ്യമാകുന്നു. കാരണം നമുക്കറിയാം റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ മൊഴി വിവരങ്ങൾ അവർ പറഞ്ഞ വാക്കുകളും കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അത് മാത്രമല്ല അവരുടെ അൻസിൽ എന്ന അവരുടെ വീടുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഐഷയ്ക്കും ഈ ബന്ധം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് അൻസിൽ എന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ നിർണായകമായ വിവരങ്ങൾ അതായത് ഈ റോസമ്മ പങ്കുവച്ചതുപോലെ തന്നെ JCB ഉപയോഗിച്ച് തന്റെ പുരയിടം ഐഷയും സെബാസ്റ്റ്യനും ചേർന്ന് കുഴിച്ചിരുന്നു. അത് മാത്രമല്ല അത് കണ്ടു എന്ന് എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപിക നമ്മളോട് സ്ഥിരീകരിക്കുന്നു. എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപികയും ആ രീതിയിൽ ഇത്തരത്തിൽ ഐഷയെ അപ്രോച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ സെബാസ്റ്റ്യൻ ഭൂമി മറ്റൊരു പള്ളിയോട് ചേർന്ന് നല്ല ഭൂമി വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അധ്യാപികയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇതെല്ലാം അന്വേഷണ സംഘം ഇപ്പോൾ വെരിഫൈ ചെയ്ത് വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ റോസമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് റോസമ്മ നമ്മളോട് പറഞ്ഞത് ഈ ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ തന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് അവർ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറയുന്നു. വീണ്ടും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഘട്ടത്തിൽ അവർ പറയുന്നു 2017 ഇവരൊരു വിവാഹ ബന്ധത്തിലേക്ക് സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിലൊരു വിവാഹ ബന്ധത്തിലേക്ക് വരെയുള്ള അടുപ്പത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതും അവർ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മുഖവിലയ്ക്ക് പോലീസ് എടുത്തിട്ടില്ല. അതിൽ ചില കാര്യങ്ങൾ റോസമ്മ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 302 അടക്കമുള്ള കൊലപാതക കുറ്റത്തിന്റെ വകുപ്പുകളടക്കം ചുമത്തിയായിരിക്കും ഇനി ഐഷ തിരോധാന കേസ് പോലീസ് അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടോം, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഐഷ തിരോധാന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടത്, സെബാസ്റ്റ്യന് മറ്റാരുടെങ്കിലും പങ്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതിയും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി. പ്രതി കുടക് സ്വദേശി PS സലീം, സഹോദരി സുവൈബ എന്നിവർ കുറ്റക്കാരെന്ന് ഹോസ്റ്റൽ കോടതിയാണ് വിധിച്ചത്. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ പ്രമാദമായ കേസാണ്. ഒരു വർഷത്തിന് ശേഷം തന്നെ ഈ സംഭവത്തിൽ കേസിൽ വിധി വരുന്നു. 2 പേരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്താണ് കോടതിയുടെ കണ്ടെത്തൽ?
തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കിയ സംഭവമാണ്. അതായത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ ചുമന്നു കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും അതിനുശേഷം ഈ സ്വർണ്ണക്കമ്മൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തി ഇവിടെ നിന്ന് നാട് രക്ഷപ്പെടുകയും ചെയ്ത ഒരു കേസായിരുന്നു. ഈ കേസിലാണിപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി, ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് കോടതി രണ്ടുപേരെയും, അതായത് ഇതിൽ ഒന്നാം പ്രതി ഈ PM സലാമാണ്, കുടക് സ്വദേശി PM സലീം എന്ന സൽമാനാണ്. അതുകൂടാതെ ഇയാളുടെ സഹോദരി സുബൈബ, ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിച്ചത്. ഇതിനിടയിൽ തന്നെ ഈ പ്രതി തനിക്ക് വൃദ്ധയായ മാതാവും അതുപോലെ തന്നെ പിതാവും അതോടൊപ്പം 4 കുട്ടികളുമുണ്ട്, അതുകൊണ്ട് ഇത്തരത്തിൽ തന്നെ പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഒരു ആവശ്യമാണ് അയാൾ ഉന്നയിച്ചത്. എന്തായാലും ഈ വാദങ്ങളൊക്കെ പൂർത്തിയായി ഇനി തിങ്കളാഴ്ച ഇതിൽ ശിക്ഷാവിധി ഉണ്ടാവും. തിങ്കളാഴ്ചത്തേക്ക് ഈ കേസ് വിധി പറയാനായി ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. വലിയ ചർച്ചയായ കേസാണ്. 10 ദിവസത്തിനകം പ്രതിയെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. 39 ദിവസത്തിനകം ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ്. 60ഓളം ഇത്തരത്തിൽ സാക്ഷികളെ വിസ്തരിച്ചു. എന്തായാലും ഈ കേസിൽ തിങ്കളാഴ്ച ആ വിധി അത് ഏറ്റവും പ്രധാനമായിരിക്കും. ഇത്തരം കുട്ടികളെ, ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കുള്ള കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്കുള്ള സന്ദേശമാകണം, മുന്നറിയിപ്പാകണം പ്രതിക്കുള്ള ശിക്ഷാവിധി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.